നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 11 വർഷം തികയുമ്പോൾ രാജ്യത്തെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് ആഹ്ലാദിക്കുവാൻ വകയുള്ളത്. പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭക്തർ ഇതിനെ ധീരമായ പുതിയ ഇന്ത്യയുടെ നിർമ്മാണ കാലമെന്ന് വാഴ്ത്തുന്നുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾക്കിടയിൽ ഈ വിജയാഹ്ലാദം ഒരു ചെറിയ വൈരുദ്ധ്യത്തെയാണ് അടിവരയിടുന്നത്. സത്യം പറഞ്ഞാൽ മോദിയുടെ 11 വർഷത്തെ ഭരണം ഒരു ഭൂഖണ്ഡത്തിൻ്റെ വലിപ്പമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിരന്തരം സങ്കോചിത ഒരു കാലഘട്ടത്തെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മോദി ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക പരാജയങ്ങളെയും നയതന്ത്രപരമായിട്ടുള്ള പിഴവുകളെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും വലിയ നഷ്ടം ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ഘടനയുടെ തകർച്ച തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരവും മതേതരവുമായ സ്വഭാവത്തിന് കാര്യക്ഷമമായ ക്ഷയം സംഭവിച്ചു. സാമൂഹ്യ ഭിന്നതകൾ രൂക്ഷമായി. 2014 മുമ്പ് സാമൂഹിക സൂചകങ്ങളായി ഇന്നത്തെ അവസ്ഥയെ താരതമ്യം ചെയ്യുമ്പോൾ വർഗീയ ഭൂരിപക്ഷവാദത്തിലേക്കും ഭൗതിക വിരുദ്ധതയിലേക്കും വിവേചനങ്ങളുടെ സ്ഥാപനവൽക്കരണത്തിലേക്കും നമ്മൾ ഒരു നേരിട്ടുള്ള പിന്മാറ്റം കണ്ടു. 3 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന കൊളോണിയൽ ആധുനികതയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമത്വ ചിന്തകളും ഭരണഘടനയിലെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളും ചേർന്ന് നമ്മൾ ഏറെ പ്രയാസപ്പെട്ട് കെട്ടിപ്പടുത്ത സാമൂഹിക സാംസ്കാരിക ചിത്രം ഇന്ന് പിച്ചു ചീന്തപ്പെട്ടിരിക്കുന്നു. കാലഹരണപ്പെട്ട മധ്യകാലഘട്ടത്തിൻ്റെ മേലങ്കി അടിഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മൾ അവശേഷിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്നതും പരസ്പരം ബന്ധിതവുമായ പുതിയ ലോകത്ത് നമ്മുടെ രാജ്യത്തിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർന്നത്. ഇതിൽ ഏറ്റവും രൂക്ഷമായ മാറ്റം സംഭവിച്ചത് സാമുദായിക ഐക്യത്തിൻ്റെ മേഖലയിലാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2008 600 വർഗീയ സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് മോഡി ഭരണകാലത്താണ്. 2017 22 ഇടയിൽ ഇതിൽ 1000-ത്തിലധികം ഉയർന്നു. പശുവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ വർധനവ് മുമ്പ് അപൂർവവും ഒറ്റപ്പെട്ട സംഭവങ്ങളുമായിരുന്നു. 2014-24 കാലഘട്ടത്തിൽ 300-ലധികം കേസുകളായി വർദ്ധിച്ചു. വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം 5 ഇരട്ടിയായി പെരുകി. പോലീസിന്റെ നിസ്സംഗത, രാഷ്ട്രീയ പിന്തുണയും ഇത്തരം സംഭവങ്ങൾ ധൈര്യം പകരുന്നു എന്നത് എന്നെ ഭയപ്പെടുത്തുന്നു. 2010 ബുലന്ദ്ഷഹറിലെ വർഗീയ സംഭവങ്ങളും 2020 പഹൽഗാർ ആൾക്കൂട്ട കൊലപാതകവും പോലുള്ള കേസുകൾ നിയമവാഴ്ചയുടെ ഭീകരമായ രൂപമാറ്റത്തെയാണ് കാണിക്കുന്നത്. വർഗീയ ആക്രമണത്തിലെ ഈ കുതിച്ചുചാട്ടം വിയോജിക്കാനും ആവിഷ്കരിക്കുവാനുമുള്ള ജനാധിപത്യ ഇടങ്ങൾ ചുരുക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇന്ത്യയുടെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ റാങ്കിങ്ങിൽ 2014 140 നിന്ന് 2024 161 കുറഞ്ഞതും എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. 2014 മുമ്പ് പ്രതിവർഷം 25 മാത്രമായിരുന്നു രാജ്യദ്രോഹ കേസുകൾ. 160% വർദ്ധിച്ച് പ്രതിവർഷം 70-ലധികമായി. മുഗൾ സംസ്കാരത്തിൻ്റെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രങ്ങൾ പാഠ്യപദ്ധതിയിൽ നീക്കം ചെയ്യപ്പെട്ടു. ജവഹർലാൽ നെഹ്റു സർവകലാശാല, ജാമിയ മിലിയ ഇസ്ലാമിയ പോലുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമങ്ങൾ ചുമത്തിയതോടെ സർവകലാശാലകൾ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കൂടുതൽ മേഖലകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ആദ്യമായി മുസ്ലിം മന്ത്രിമാരില്ലാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായി. മുമ്പ് BJP ഭരിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ. ഇപ്പോൾ 11 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇത് പ്രണയബന്ധങ്ങളെയും മതം മാറ്റത്തെയും കടുത്ത കുറ്റങ്ങളാക്കി മാറ്റുന്നു. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്ററിനായുള്ള നീക്കവും ഹിന്ദു സ്വത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള പൗരത്വ പുനർനിർവചിക്കാനുള്ള സംഘടിപ്പിക്കുന്ന ശ്രമത്തെയാണ് സൂചിക്കപ്പെടുന്നത്. കർണാടകയിലെ ഹിജാബ് നിരോധനം, ഗ്യാൻവാപ്പി പള്ളി തർക്കം തുടങ്ങിയ മുസ്ലിം പൗരത്വ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ശക്തമായ ഉപരോധത്തെ അടിവരയിടുന്നു. ക്രമാനുഗതമായ പുരോഗതി കൈവരിച്ച ജാതി ലിംഗ നീതിയെക്കുറിച്ച് ഇത് പ്രതികൂലമായി ബാധിച്ചു. NCRB പ്രകാരം ദളിതർക്കെതിരായ അതിക്രമങ്ങൾ 2013 39,000 കേസുകളിൽ നിന്ന് 2022 50,900 അധികമായി ഉയർന്നു. സുപ്രീം കോടതി നിർദ്ദേശിച്ച 50% സംവരണം പരിധി ലംഘിക്കുന്നത് UPA സർക്കാർ ഒഴിവാക്കിയപ്പോൾ മോദി സർക്കാർ സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തി. ഇത് സംവരണ ലക്ഷ്യങ്ങളിൽ വെള്ളം ചേർക്കുകയും ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം ദുർബലപ്പെടുത്താൻ വഴിയൊരുക്കുകയും ചെയ്തു. രോഹിത് വെമുലയുടെ മരണവും ഉനയിലെ ദളിത് ആക്രമണവും പോലുള്ള സംഭവങ്ങൾ ജാതി അഭിമാനത്തിൻ്റെ തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്നു. ആദിവാസി അവകാശങ്ങളും വലിയ തിരിച്ചടി നേരിട്ടു.
വനഭൂമി കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്തത് 2009-14 കാലഘട്ടത്തിലെ 4 ലക്ഷം ഹെക്ടറിൽ നിന്ന് 2014-24 കാലഘട്ടത്ത് 34 ലക്ഷം ഹെക്ടറായി ഉയർന്നു. അദാനി, വേദാന്ത പോലുള്ള കോർപ്പറേറ്റ് പദ്ധതികൾ പ്രാദേശിക താൽപ്പര്യത്തേക്കാൾ മുൻഗണന നൽകി ആദിവാസികളുടെ കുടിയിറക്കം കഴിഞ്ഞ ദശകത്തിൽ 42 ലക്ഷമായി ഉയർന്നു. 2024 വനസംരക്ഷണ നിയമങ്ങൾ ദുർബലപ്പെടുത്തിക്കൊണ്ട് വനാവകാശ നിയമത്തെ മറികടന്നു. നക്സലിസം ഇല്ലാതാക്കുന്നതിൻ്റെ പേരിൽ വംശഹത്യ അഴിച്ചുവിട്ടുകൊണ്ട് ആദിവാസികളുടെ സമ്പത്തായ വനങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കവും ഈ ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്.